എന്തുകൊണ്ടാണ് മേനോൻ മുഖ്യമന്ത്രി ആവർത്തിച്ച് സ്വന്തം വാർത്താ സമ്മേളനങ്ങളിൽ കൈരളിയും ദേശാഭിമാനിയും ഇങ്ങനെ ചോദ്യം ചോദിക്കണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ റെലവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചോദ്യം ഉയർന്നു കേട്ടു. നിങ്ങളൊന്ന് കേട്ടെ. സ്വകാര്യമായ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അതിന്റെ തൊട്ടടുത്താണ് 5 പേര് മരിച്ച വണ്ടൂര്. അവിടേക്ക് താങ്കളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച 5 പേര് ദുരന്തത്തിൽ മരിച്ച പ്രദേശത്ത് പോകാതെ താങ്കൾ അതിന്റെ അരികിലൂടെ തന്നെയാണ് താങ്കൾ പോയിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്തോടെ അവിടെ നിങ്ങൾക്ക് ഇറക്കി ആ വണ്ടൂർ പോയി ആ കുടുംബത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം കേട്ടല്ലോ. താങ്കൾ ഹെലികോപ്റ്റർ എടുത്ത് കടന്നുപോയ വഴിയിലാണ് ഇടുക്കിയും പത്തനംതിട്ടയിലും ജനം ദുരിതത്തിൽപ്പെട്ട് കിടന്നത്. അവിടേക്കൊന്ന് പോയി തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിനോടുള്ള പ്രതികരണം എന്താണ്? ഒരു അധിക്ഷേപമായിരുന്നു. താങ്കൾ ഇവിടെ വന്ന് നിന്ന് പ്രസംഗിക്ക് എന്ന രീതിയിൽ ആ വ്യക്തിയെ അധിക്ഷേപിച്ചതിന് ശേഷം ഒരു അളിഞ്ഞ ചിരിയും ചിരിച്ചിട്ട് പോയിട്ട് അദ്ദേഹം ഇന്നും പതിവ് ഡയലോഗ് അതേ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. നിങ്ങൾക്ക് അറിയാം, ഇതാ അദ്ദേഹം തന്നെ ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ല പറയണത്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എന്റെ പത്രസമ്മേളനം കലക്കണ്ട. ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവ് ചെയ്ത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? അല്ലല്ല നിക്ക് നിങ്ങളൊന്ന് അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. അതെ, കൈരളിയും ദേശാഭിമാനിയും ചോദിക്കണ്ട. അതായത് മേനോൻ മുഖ്യമന്ത്രി ചെയ്യുന്ന മോശം പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന 2 ശബ്ദങ്ങളേ ഉള്ളൂ, ദേശാഭിമാനിയും കൈരളിയും. ബാക്കിയുള്ളവരെല്ലാം അവിടെ അടിമപ്പണിക്കാണ് വരുന്നത്. കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എന്തിന് ഉദ്ഘാടനത്തിന് പോയി എന്ന വിഷയത്തെക്കുറിച്ച് അഭിപ്രായമേ പറഞ്ഞിട്ടില്ല. ജ്വല്ലറി ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആർക്കും ചോദിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഹെലികോപ്റ്റർ യാത്രക്കിടെ അമ്മായി അച്ഛനെ കാണാൻ പോയ സന്ദർഭത്തിൽ എന്തുകൊണ്ടാ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ പോയില്ല? കാര്യം ആദ്യത്തെ തവണ മോശം കാലാവസ്ഥയെ തുടർന്ന് കൊച്ചിക്ക് പോയ അതേ ഹെലികോപ്റ്റർ തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം അവിടെ ലോബിയിൽ വെയിറ്റ് ചെയ്തു. ആ മോശം കാലാവസ്ഥ കൊച്ചിയിലായിരുന്നെങ്കിൽ കരിപ്പൂര് അദ്ദേഹത്തിന് വിമാനം ഇറങ്ങാമായിരുന്നു. അദ്ദേഹത്തിന് ആ മോശം കാലാവസ്ഥയെ തുടർന്ന് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ആ ഹെലികോപ്റ്റർ തന്നെ കുറച്ച് താഴ്ത്തി ഈ പറയുന്ന വെള്ളപ്പൊക്ക പ്രദേശത്തു കൂടി സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ ജനങ്ങൾ എന്ത് ദുരിതത്തിൽ കിടക്കുന്നു എന്ന് നേരിട്ട് നോക്കിക്കാണാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് ചെയ്യില്ല. എന്നിട്ടൊരു ന്യായീകരണം കൂടി പറഞ്ഞു. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. കേട്ടോ, ഞാനേ കളക്ടർമാരടുത്തും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരടുത്ത് MLA മാരടുത്തും നമ്മൾ അങ്ങോട്ട് വരണോ എന്ന് ചോദിച്ചു. കാര്യം താമ്രപത്രത്തിൽ ക്ഷണം കൊടുത്ത് പോകേണ്ട ഇടമാണല്ലോ. ജനം ദുരിതത്തിൽ കിടക്കുമ്പോൾ നമ്മൾ വരേണ്ടതുണ്ടോ എന്ന്, ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ജ്വല്ലറി ഉദ്ഘാടനത്തിനും അമ്മായി അച്ഛനെ കാണാൻ പോയപ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ആ ഒറ്റ ചോദ്യത്തിലുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് അയാൾക്ക് എത്ര പ്രതിബദ്ധതയുണ്ട് എന്ന്. ഇത് ഈ നാട്ടിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരന്തമെന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് ഓടിച്ചെല്ലേണ്ട മനുഷ്യൻ അങ്ങോട്ട് വരണോ എന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ആരെങ്കിലും വരണമെന്ന് പറയൂ? മുഖ്യമന്ത്രിയല്ലേ, അപ്പൊ വരണ്ട, നേരെ ഉദ്ഘാടനത്തിന് തന്നെ പൊയ്ക്കോ എന്ന അനുമതി തന്നിട്ടാണ് അത്ര പോയത്. നിങ്ങൾക്ക് ഈ മറുപടികൾ കേട്ടിട്ട് എന്ത് ബോധ്യപ്പെടുന്നു? എന്താണ് ഒരു വ്യക്തി വാക്കാൽ അടിക്കുന്ന വാചകങ്ങളും അയാൾ ഉള്ളാലെ എന്താണ് എന്ന് വിലയിരുത്താൻ കിട്ടുന്ന കൃത്യമായ ഉദാഹരണമാണ്.